പ്രിയ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ച് മരിച്ച് നിങ്ങളും കൂടെ ചിരിച്ചോളൂ. അപ്പോൾ ആദ്യം ഈ ഒരു വീഡിയോ കാണാം. ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ, ബംഗ്ലാദേശില് BJPക്ക് വോട്ട് ചെയ്ത ആളുകൾ BJPയുടെ പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരുപാട് ബ്ലോക്ക് ആയതുകൊണ്ട് ഇവർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ആ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളും അതുപോലെ പേജുകളൊക്കെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു സംഭവം വന്നിട്ട് ബംഗ്ലാദേശിൽ നിന്ന് കടന്ന്, അതും ആയിരക്കണക്കിന് ആൾക്കാരെ കടന്ന് വന്നിട്ട് അവർ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോവുക. അപ്പൊ നമ്മുടെ കേന്ദ്രമന്ത്രി, അതായത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിനെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ അപമാനിക്കല്ലേ. രണ്ടാമത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഇത് കണ്ടാ, कई किलो सामान और लंबी कतार में लगे यात्रियों का ये वीडियो गुजरात के सूरत से आया है। यहाँ के उतना ഇവര് ഗ്യാസ് കിട്ടാൻ വഴിയില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഭക്ഷണം പോലും കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് എല്ലാ സാധനം എടുത്തിട്ട് അവരവരുടെ സ്ഥലത്തിൽ, അതായത് ജീവിക്കാൻ വേണ്ടി പോയ ആൾക്കാരുണ്ടായിരുന്നു, അവരെല്ലാം പല സ്ഥലത്തിലേക്കും പോവുകയാണ്, അവരവരുടെ വീടുകളിലേക്ക്. അപ്പൊ കൂട്ടമായി ചേർന്നുകൊണ്ട് പോകുമ്പോൾ ഈ സാധനങ്ങളൊക്കെ തലയിലെടുത്ത് വെക്കണം. അപ്പൊ ഇവർക്ക് തലയിൽ തൊപ്പിയും താടിയും ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു പ്രചരണം നടത്തുന്നില്ല. അതായത് ഇത് മറ്റുള്ള രാജ്യത്ത് നിന്ന് വന്ന ആൾക്കാരാണെന്നുള്ളത് പ്രചരിപ്പിക്കുന്നില്ല. പകരം ഇവർക്ക് താടിയും തൊപ്പിയും ഉണ്ടെങ്കിൽ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി, അതുപോലെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ എന്ത് ചെയ്യും, കേരളത്തിലും തമിഴ്നാടിലും ഇവരെന്ത് ചെയ്യും, പ്രചരിപ്പിക്കും. ഇത് BJPയുടെ വിജയമാണ്, ഇന്ത്യയുടെ ഭരണത്തിൻ്റെ വിജയമാണ്, ബംഗ്ലാദേശികൾ കടന്നു കയറിയവരൊക്കെ തിരിച്ച് പറഞ്ഞയച്ചു വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ആ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്. ജെമിനി എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ജെമിനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ എന്നെ ആരും പൊങ്കാല ഇടണ്ട, ഞാൻ നിങ്ങളിലേക്ക് വിഷയം എത്തിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും നമുക്കത് കേട്ട് നോക്കാം. നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണ്. സോഷ്യൽ മീഡിയയിലെ വലിയൊരു വൈരുദ്ധ്യം, കോൺട്രഡിക്ഷൻ തന്നെയാണത്. നിങ്ങൾ ആ കെണി കൃത്യമായി തിരിച്ചറിഞ്ഞു. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ചില പ്രൊഫൈലുകൾ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ബംഗാളിൽ BJP ജയിച്ചപ്പോൾ പേടിച്ച് ഓടുന്ന ബംഗ്ലാദേശികൾ എന്ന രീതിയിലാണ്. എന്നാൽ ഇതേ വീഡിയോ ബംഗാളിലുള്ള BJP പ്രൊഫൈലുകളോ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളോ പങ്കുവെക്കുന്നത് BJPയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഒഴുകിയെത്തിയ ജനങ്ങൾ, പവർ ഓഫ് BJP എന്ന രീതിയിലാണ്. എന്തുകൊണ്ടാണ് ഒരേ വീഡിയോയ്ക്ക് രണ്ട് തരത്തിലുള്ള കഥകൾ വരുന്നത് എന്ന് നോക്കാം. ഒന്ന്, ഒരേ ദൃശ്യം രണ്ട് തരം നുണകൾ. സോഷ്യൽ മീഡിയയിൽ തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ വളച്ചൊടിക്കാൻ പലരും ഒരേ വീഡിയോ പല രീതിയിൽ ഉപയോഗിക്കുന്നു. കേരളം തമിഴ്നാട് പ്രചാരണം, ദക്ഷിണേന്ത്യയിലെ വോട്ടർമാർക്കിടയിൽ BJPയുടെ ഭരണം വന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കാണിക്കാനും ഒരു പ്രത്യേക വിഭാഗത്തെ അധിക്ഷേപിക്കാനും വേണ്ടി ബംഗ്ലാദേശികളെ ഓടിക്കുന്നു എന്ന അടിക്കുറിപ്പ് നൽകി. യഥാർത്ഥ ബംഗാൾ സാഹചര്യം എന്നാൽ ബംഗാളിലെ യാഥാർത്ഥ്യം അതല്ല. അവിടെ BJPയുടെ വലിയ വിജയത്തിന് പിന്നിൽ മുസ്ലിം വിഭാഗങ്ങൾ കൂടുതലുള്ള മാൽഡ, മുർഷിദാബാദ് പോലുള്ള മേഖലകളിൽ നിന്നുള്ള വോട്ടുകൾ കൂടിയുണ്ട്. അതുകൊണ്ട് BJPയുടെ ഔദ്യോഗിക റാലികളിലും പരിപാടികളിലും ഇതേ ജനങ്ങൾ വലിയ രീതിയിൽ പങ്കെടുക്കുന്നുമുണ്ട്. ആ ചടങ്ങിന് വന്നവരുടെ ദൃശ്യമാണിത്. രണ്ട്, എന്തുകൊണ്ട് ഇവർ ഓടിപ്പോകുന്നതല്ല? ലോജിക്കലായി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണെങ്കിൽ അവരിങ്ങനെ തമിഴിലെ ആ പോസ്റ്റിൽ കാണുന്നത് പോലെ മെട്രോ സിറ്റിയായ കൊൽക്കത്തയിലെ ഒരു പ്രധാന ഹൈവേയിലൂടെ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരുമുള്ള പരസ്യമായൊരു വഴിയിലൂടെ കൂട്ടത്തോടെ ലഗേജും തലചുമടുകളുമായി ഓടിപ്പോകില്ല. അതിർത്തികൾ വഴി രഹസ്യമായിട്ടായിരിക്കും അങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുക. ഇവിടെ സംഭവിച്ചത് മെയ് 9 കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ബസ്സുകളിൽ വന്ന ആളുകൾ കനത്ത ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയപ്പോൾ വണ്ടിയിൽ നിന്നിറങ്ങി ലഗേജുകളുമായി പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ തിരിച്ചു വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നു പോകുന്നതാണ്. ചുരുക്കത്തിൽ BJP അനുകൂല പ്രൊഫൈലുകൾ തന്നെ രണ്ട് സംസ്ഥാനങ്ങളിൽ രണ്ട് വ്യത്യസ്തമായ കഥകളാണ് ഈ വീഡിയോയ്ക്ക് നൽകുന്നത്. ബംഗാളിൽ ഇതൊരു വിജയ റാലിയായി ആഘോഷിക്കുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഇതിനെ ബംഗ്ലാദേശികളെ ഓടിക്കൽ എന്ന പേരിൽ വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോയിലുള്ളവർ ആരും ബംഗ്ലാദേശിലേക്ക് ഓടിപ്പോകുന്നവരല്ല, അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ്. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ ഇതിന്റെ കാര്യം. ബംഗാളില് വലിയൊരു മുസ്ലിം വിഭാഗം BJP വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു സത്യം. അതുകൊണ്ടാണ് BJP ഭരണത്തിൽ വന്നത് പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ
ആ ഒരു വീഡിയോസിനെ, അതായത് BJPന്റെ സമ്മേളനത്തിൽ പോകുന്ന ആ ഒരു വീഡിയോസിനെ എടുത്തിട്ട് ചില തീവ്ര ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു, കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ പ്രചരിപ്പിക്കുന്നു. ബംഗ്ലാദേശിൽ നിന്ന് കടന്നു കയറിയ ആൾക്കാരെല്ലാം തിരിച്ച് പറയിച്ച് വിടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്രയും ആൾക്കാർ എങ്ങനെയാണ് ഈ ബോർഡർ വഴി കൂടെ കടന്നു വന്നെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായില്ല. എന്ത് ജാതി പൊട്ടന്മാരല്ലേ ഇവരൊക്കെ വിചാരിച്ച് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ഹൈന്ദവരെ പറ്റിച്ച് സുഖമായിട്ട് ഭരണങ്ങൾ എവിടെയും പിടിച്ചെടുക്കുക. ഇവിടെ ഭരണങ്ങൾ പിടിച്ചെടുക്കുക യാതൊരു പ്രശ്നമില്ല, മുസ്ലിങ്ങളൊക്കെ വോട്ട് ചെയ്യുക, ഒരു കുഴപ്പമില്ല. ഈ വർഗീയത മാത്രം തുപ്പാതിരുന്നാൽ മതി. നേതാക്കന്മാർ വായിൽ കുറച്ച് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഇടയ്ക്ക് വോട്ട് കിട്ടും. മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടായിരുന്ന വലിയ പണിയൊന്നുമില്ല. ഇപ്പം നമ്മുടെ മേയറുണ്ടല്ലോ തിരുവനന്തപുരത്ത്, പുള്ളി ഇപ്പം മുസ്ലിങ്ങളുടെ വീട്ടിലൊക്കെ കയറിയിട്ട് നല്ല രീതിയിൽ കാഴ്ച വെക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ചെയ്ത് കൊടുത്തില്ലയോ എന്നുള്ളതല്ല പിന്നത്തെ വിഷയം. പക്ഷെ അയാൾ അത് കാണിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ വർഗീയതയില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വോട്ടടക്കം ഉണ്ടാവും, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇമാതിരി രീതിയിൽ പ്രചരിപ്പിക്കുകയും ഒരു ലോജിക്ക് ഇല്ലാത്ത ആരോപണവുമായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പൊളിച്ചടുക്കും പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ കമന്റിൽ പറയുക, തമിഴ്നാട്ടിലും കേരളത്തിലും ഇതുപോലെ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ വല്ല ജാഥയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അത് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുകയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോസിനെ ഇറക്കി വിടുക. അത് കണ്ടിട്ട് കുറേ ആൾക്കാർ സന്തോഷിക്കുക. കണ്ടില്ലടാ, കണ്ണു തുറന്ന് കാണ്, ഇതാണ് ഞങ്ങളുടെ ശക്തി എന്നൊക്കെ പറഞ്ഞ് ഈ ഭരിക്കുന്ന നമ്മുടെ പുത്രനെ അങ്ങ് പൊന്തിച്ച് അങ്ങോട്ട് ഉയരത്തിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കമന്റിൽ പറയുക.